السلام عليكم ورحمة الله وبركاته. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഏതൊരു പ്രയാസത്തെയും ഏതൊരു വിഷമങ്ങളെയും മാറ്റുവാനും ഏതൊരു ഹലാലായ ഉദ്ദേശങ്ങളും സാധീകരിക്കാനും ശക്തിയുള്ള ഒരു ദിക്ർ നമുക്കെല്ലാവർക്കും അറിയാം. അതിനൊരു പ്രത്യേക എണ്ണവും ദിക്റുമാണ് പറയുന്നത്. കൃത്യമായി വിശ്വാസത്തോടെ ഇത് ചെയ്താൽ ആഗ്രഹം നടക്കും എന്ന മനസ്സിൽ കരുതി പതിവാക്കിയാൽ തീർച്ചയായും അത്ഭുതകരമായ ഒരു ഫലം തന്നെ കാണാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. ദിക്ർ വളരെ ഫലമുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ മാത്രം. വിശ്വാസം എത്രയുണ്ടോ അത്രയും പെട്ടെന്ന് ഫലം ലഭിക്കും ഇൻഷാ അല്ലാഹ്. ചെയ്യേണ്ടത് മഗ്‌രിബ് നിസ്കാര ശേഷമാണ് ചൊല്ലേണ്ട ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അത്ര മതി. 134 തവണ 134 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഗ്‌രിബ് നിസ്കരിക്കുക, ദിക്ർ ദുആ ഒക്കെ കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതി അത് നടക്കുന്നതായി സങ്കല്പിച്ച് നടക്കുമെന്നുറപ്പിച്ച് പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ശക്തിയുമില്ല. അതായത് ഉദ്ദേശിച്ചാൽ അത് നടക്കും, അത് നടന്നു കിട്ടും. നടക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് നടക്കുന്നതായി സങ്കല്പിച്ച് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് 134 തവണ ചൊല്ലുക. ഇത് വിടാതെ തുടരുക ഇൻഷാ അല്ലാഹ്. എല്ലാ കാര്യങ്ങൾക്കും അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ അതിലേറ്റവും ചെറുത് ടെൻഷനാണെന്ന്, അതായത് ടെൻഷൻ അടിക്കുക എന്ന സ്വഭാവമാണെന്ന് പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഗുണങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. നമ്മളുടെ ആവശ്യം എന്താണോ അത് നടക്കുകയും ചെയ്യും. വിടാതെ ചെയ്യണം. 1-2 ദിവസം ചെയ്ത് ചിലപ്പോൾ ഫലം കിട്ടുന്നത് വരില്ല, ചിലപ്പോൾ കണ്ടേക്കാം ഇൻഷാ അല്ലാഹ്, അല്ലാഹു അഅലം. അപ്പോൾ നിർത്താതെ തുടരുക, ഒരു ദിവസം പോലും ഒഴിയാതെ പറഞ്ഞ രീതിയിൽ ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.